കേരളത്തിലെ ഏക രണോത്സവമാണ് ചിറ്റൂർ കൊങ്ങമ്മട മഹോത്സവം കേട്ടോ. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൽ നമ്മുടെ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങൾ, കോയമ്പത്തൂർ, സേലം എന്നീ പ്രദേശങ്ങൾ അന്ന് കൊങ്ങനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ ഒരു കൊങ്ങ രാജാവും ചിറ്റൂർ പ്രദേശം മറ്റൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയും അന്ന് ചിറ്റൂരിലെ ജനങ്ങളെ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട ചിറ്റൂർ ജനങ്ങൾ ദേവിയുടെ മുന്നിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ഉഗ്രമൂർത്തിയായ ദേവി രൂപം കൊണ്ട് കൊങ്ങനെ വധിക്കുന്നതാണ് ഈ ഒരു കൊങ്ങമ്മടയ്ക്കുള്ള ഐതിഹ്യം, അതുപോലെ തന്നെ ചരിത്രമൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമായ കുറേ അവശേഷിപ്പുകൾ ഈ നാട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊങ്ങമ്പട ആചരിച്ചു വരുന്നത്. രാവിലത്തെ എഴുന്നള്ളത്ത് കാണാൻ ഞാനും അനുക്കുട്ടിയും അല്ലും കൂടിയാണ് പോയത്. അത് ഗംഭീരമായ മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് തിരിച്ച് പോരാൻ നേരത്ത് DYFIയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഭാര വിതരണം ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി കുടിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത്. ഇനി വൈകുന്നേരത്തെ പരിപാടിക്കാണ് പോകാനുള്ളത് കേട്ടോ. വേട്ടക്കുരുമകൻ കാവിലാണ് ഈ പഞ്ചാരിമേള. സദനം ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ തകർത്താടിയ പഞ്ചാരിമേളം കഴിഞ്ഞതും കരിവേല കാവ് കയറി. കരിവേലയ്ക്കുള്ള ആൾക്കാർ കാവിലോട്ട് കയറി വന്നു. അതിനുശേഷം വേറെ മറ്റു വേലകളും ചെറുവേലകളെല്ലാം ഓരോന്നായി തോട്ടിവേല, മറ്റു വേഷങ്ങൾ, അങ്ങനെ ഓരോന്നും കാവിൽ വന്ന് തൊഴുതിയ ശേഷമാണ് നമ്മുടെ എഴുന്നള്ളിപ്പ് ഇവിടെ ചിറ്റൂർ കാവിലോട്ട് മുന്നോട്ട് പോകണേ. അതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോട്ടിവേല കാവിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വേട്ടക്കുരുമകൻ കാവാണ്. നമ്മൾ അതിനടുത്ത് ശൂർപ്പനക വന്നിട്ടുണ്ട്. ശൂർപ്പനക എല്ലാവരും കൈയെല്ലാം കാണിച്ച് അങ്ങനെ ശൂർപ്പനക എത്തിയിട്ടുണ്ട്. ആനയും വന്നു. ചിറ്റൂർ കാവിലോട്ടുള്ള എഴുന്നള്ളിപ്പിന് മുന്നോടി ആനകളും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 ആനകൾ നിരന്ന് ഇവിടെ നിന്നൊരു മേളമൊക്കെ ഉണ്ട്. മേളത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് ഘോഷയാത്ര പോലെ മറ്റു വേഷങ്ങളും അതുപോലെ തന്നെ വേലകളും കരിവേലയും തോട്ടിവേലയും കുട്ടിയും തൊട്ടിലും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ചേർന്നാണ് നമ്മൾ ചിറ്റൂർ കാവിലോട്ടുള്ള എഴുന്നള്ളിപ്പ്. തിടമ്പേറ്റിയാണ്. അങ്ങനെ ദേവിയുടെ തിടമ്പ് ചാർത്തുന്നത് മംഗലകുന്ന് ശരൺ അയ്യപ്പൻ എന്ന ആനയാണ്. അവിടെ തലപ്പൊക്കം അത്യാവശ്യം ഗംഭീരമാണ്. ബാക്കി ആനകളെ വെച്ച് നോക്കിയിട്ട് തല മാത്രം പ്രത്യേകിച്ച് എടുത്തറിയുന്നൊരു ആനയാണ്. അതെ, അങ്ങനെ തിടമ്പേറ്റി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തിടമ്പേറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ മറ്റു ആനകൾക്കൊപ്പം അണിനിരക്കാൻ പോവുകയാണ്. അപ്പോൾ അവന് കൂടെ അകമ്പടി നിൽക്കുന്ന 2 ആനകൾ അപ്പുറത്തപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വഴുവടി കാശിനാഥനും അതുപോലെ തന്നെ ലിബർട്ടി ഉണ്ണിക്കുട്ടനുമാണ് കേട്ടോ. അവൻ്റെ ഇടവും വലവും നിൽക്കുന്നത്. അവരും ഒട്ടും മോശമുള്ള ചന്തത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആനകൾ തന്നെയാണ് അവരും. അങ്ങനെ അവർ 3 കൂടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഗജകേശ്വരന്മാർ തന്നെയാണ് ഇവർ. കേരളത്തിൽ അറിയപ്പെടുന്ന 3 ആനകളാണ് ലിബർട്ടി ഉണ്ണിക്കുട്ടനും അതുപോലെ തന്നെ ശരൺ അയ്യപ്പനും അതുപോലെ തന്നെ കാശിനാഥനും കേട്ടോ. ഇവന്മാരുടെ ഒരു ചന്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് ചിറ്റൂർ കാവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഓല വായനയും യുദ്ധവിളംബരവും യുദ്ധവും പിന്നെ കൊങ്ങൻ മരിച്ചു വീഴുന്നതായിട്ടും പിന്നെ കൊങ്ങൻ്റെ ശവം ഇവിടെ നിന്ന് കട്ടിലിൽ കൊണ്ടുപോകുന്നതും അങ്ങനെ മറ്റു കുറേ അനേകം ചടങ്ങുകൾ കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഈ എഴുന്നള്ളിപ്പ് ചിറ്റൂർ കാവിൽ എത്തിയ ശേഷം മാത്രമാണ് മറ്റ് ചടങ്ങുകളെ.
ശൂർപ്പനെയും മറ്റു വേഷങ്ങളെയും തട്ടിൽ തൂക്കിയാണ് കൊണ്ടുപോകുന്നത്. അതായത് തോളിൽ മുള കൊണ്ട് നിർമ്മിച്ച ഒരു തട്ടുണ്ടാക്കി അതിനകത്താണ് ഇവർ കൊണ്ടുപോകുന്നത്. ജനങ്ങൾ തന്നെയാണ് ഇവരെ തോളിലേറ്റിയാണ് കൊണ്ടുപോകുന്നത്. മറ്റു വണ്ടികളൊന്നും ഇതിന് ഉപയോഗിക്കാറില്ല. അങ്ങനെ പല തരത്തിലുള്ള വേഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൊങ്ങമ്പടിക്കായിട്ട് അല്ലുവും ബാക്കി ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അല്ലു ഉണ്ട്, സ്വത്തും ഉണ്ട്, അനുക്കുട്ടിയുണ്ട്, അമ്പ്രും ഉണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ മതിലിൻ്റെ പൊക്കത്ത് കയറി ഇരിക്കുകയാണ്. ഇത് പുറയത്ത് വീടാണ് കേട്ടോ. പുറയത്ത് വീടാണ്. ഒരു 8 കെട്ടാണ്. 4 കെട്ട് 8 കെട്ട് എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ ഒരു നായന്മാരുടെ പഴയ തറവാട് വീടാണ് കേട്ടോ. അതിലൊരു ഫേമസ് ആയ തറവാട്ടാണ് ചിറ്റൂരിലെ പുറയത്ത് വീട്, ചെമ്പത്ത് വീട്, അങ്ങനെ കുറേ തറവാടുകൾ. അതിനിടയ്ക്ക് നമ്മുടെ കാർലോസും മറ്റ് ഫ്രണ്ട്സും അഖിലും അനൂപ കൂടി കടന്നു പോയേ. അപ്പോൾ അമ്പ്രു അവർക്ക് അല്ലുവൊക്കെ ഹായൊക്കെ പറഞ്ഞവരെ അവരെ ഇടയ്ക്ക് പാസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വേല കുറേ ഡിലേ ഉണ്ട്. കാരണം ഈ പുറയത്ത് വീട്ടിലാണ് പണ്ട് ചിറ്റൂരമ്മയുടെ ആഭരണങ്ങളെല്ലാം സൂക്ഷിച്ചെന്ന് പറഞ്ഞ് അവിടെ വന്നൊരു കുറച്ച് നേരം നിന്ന് ചെണ്ടമേളവും അതുപോലെ തന്നെ അവിടെ ചെറിയ വാളിന്മേൽ പണം വയ്ക്കുക എന്നൊരു പരിപാടി ഉണ്ട്. അതായത് അവിടെ വെച്ച് ചിറ്റൂരമ്മൻ്റെ വാൾ അവിടെ വെച്ച് ഒന്ന് പൂജ കഴിക്കുന്ന പരിപാടിയൊക്കെ അവിടെ പുറയത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഡിലേ ചെയ്യും. അപ്പോൾ അല്ലു ഇവിടെ എല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. കഴിഞ്ഞ തവണ അല്ലു നമ്മൾ ശൂർപ്പനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ശൂർപ്പനയ്ക്ക് കൊടുത്തിട്ടുണ്ട് പാല് കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ പേടി മാറും എന്നാണ് ഒരു വിശ്വാസം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അല്ലുവിന് കൊടുത്തായിരുന്നു ഇതുപോലെ ശൂർപ്പനയ്ക്ക്. പക്ഷെ അല്ലു മൊത്തം കരച്ചിലായിരുന്നു അന്നത്തെ ദിവസം. ഇതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് കായിക അധ്യാപക സുഹൃത്തായ വിനീതേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലിയോടെ വന്ന് തോന്നുന്നു, കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കുശലം പറഞ്ഞ് പുള്ളിയായിട്ട് പിന്നെ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിച്ചു. പുള്ളിയും അങ്ങനെ കാണാൻ കഴിഞ്ഞ് സന്തോഷമുണ്ട്. പിന്നെ ചിറ്റൂരമ്മയുടെ വാളുമേന്തി നടക്കുന്ന വ്യക്തിയാണ് ചിറ്റൂരമ്മയുടെ ഉറയുന്നത്. ചിറ്റൂരമ്മയെ ഉറയുന്ന പുള്ളിയാണ്. പാലക്കാട്ടുകാർക്ക് അറിയാം, ഉറയുന്നത് മീൻസ് അത് അദ്ദേഹം ആത്മാവ് അദ്ദേഹത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രതീകമാണ്. അപ്പോൾ വാളിൽ പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇത് പുറയത്തെ വീട്ടിൽ ഭയങ്കര ഫേമസ് ആണ് ഈ പുറയത്തെ ഫാമിലി. കാരണം നമ്മുടെ പീലിയിലേക്ക് പുറയത്തെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയും തൊട്ടിലൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ആനകളൊക്കെ നിരനിരയായിട്ട് ഓരോന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് കുറച്ച് നിമിഷത്തോളം അവിടെ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൂജ കഴിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഏതാണ്ട് എനിക്ക് അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ആന. ഞാൻ മതിലിൻ്റെ പൊക്കത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ലോസ് വ്യൂ ആയിരുന്നു ആനയായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ആന പോകുന്നതോടുകൂടി പുറകെ തിരക്കും പോകും. അല്ലു ഭയങ്കര ഹാപ്പിയാണ്. അല്ലുവിന് പേടിയൊന്നും കണ്ടില്ല മുഖത്ത്. അല്ലു എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മൊമെൻ്റ് വിചാരിക്കുന്നു. അങ്ങനെ സ്വത്തും അവൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് കേട്ടോ. അമ്പറും ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ ഫാമിലി ബാക്കിയുള്ളതെല്ലാം പുറയത്ത് വീട്ടിനകത്താണ്. അപ്പോൾ അവിടെ അമ്മയുണ്ട്, പ്രവിയുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞൂസുണ്ട്, പൊന്നുണ്ട്. അങ്ങനെ എല്ലാവരും അതിനകത്തുണ്ട്. അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം എഴുന്നള്ളത്ത് മുന്നോട്ട് നീങ്ങിയേ. ഈ സമയം അത്തു അത്ര ഉറക്കുമായിരുന്നു. അങ്ങനെ പയ്യെ ആന മൂവ് ചെയ്യുന്നതും അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും അത്തു ചെണ്ടമേളത്തിൻ്റെ സൗണ്ടെല്ലാം കേട്ടോണ്ടാവാം അത്തു പയ്യെ എഴുന്നേറ്റു കേട്ടോ. അത്തു ഭയങ്കര ആക്റ്റീവായിരുന്നു. അവനെ പേടിയൊന്നും കണ്ടില്ല മുഖത്ത്. ഒരു അമ്പരപ്പിലായിരുന്നു അവൻ്റെ ഫേസാകെ. അത്തുക്കുട്ടനൊക്കെ ഉഷാറ്, ആനയെല്ലാം കാണാൻ പറ്റി അവനെ. അത്തു വന്നപ്പോൾ തുടങ്ങി ഉറക്കുമായിരുന്നുകൊണ്ട് അത്തുവിനൊക്കെ മിസ്സാകുമോ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ അത്തു എല്ലാം കാണാൻ പറ്റി അവനെ. അടിപൊളി. അവിടെ നിന്ന് ഞങ്ങൾ ഏതാണ്ട് പുറത്തിറങ്ങിയിട്ട് വേണം ആനയുടെ പുറകിൽ അമ്പലത്തിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ പുറയത്ത് ഹൗസിലെ ഫാമിലിയായിട്ട് അച്ഛനും അമ്മയ്ക്കും നല്ല ബന്ധമുണ്ട്. അത് ശ്വേതമോളാണ്. അല്ലുവിൻ്റെ പ്രായത്തിൽ ആ കുട്ടിയെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിലെ കാര്യസ്ഥനായിരുന്നു കേട്ടോ പണ്ട്. അങ്ങനെ ശ്വേതമോളും സുമിത്ര ചേച്ചി അവർ ആ ഫാമിലിയായിട്ട് ഞാൻ കുറച്ച് അച്ഛനും അമ്മയ്ക്ക് നല്ല ബന്ധമുണ്ട് കേട്ടോ. ഞങ്ങൾ അവരായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് അതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങി അമ്പലത്തിലോട്ട് പോകുന്നത്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഐസ്ക്രീം വേണമെന്നൊരു വാശി നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ പയ്യെ നടന്നു. അപ്പോൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞു തുടങ്ങി. കാരണം ആന മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞു തുടങ്ങി. ഇനി എല്ലാ ആൾക്കാരും അമ്പലത്തിലോട്ടാണ് പോകുന്നത്.
അപ്പോൾ എഴുന്നള്ളിപ്പിന് ഒടുവിൽ പാണ്ടിമേള വരുന്നത് ഏതാണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു പാണ്ടിമേള വരുന്നത് 2-2.5 മണിക്കൂർ നീണ്ടു നിന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ എന്താണ് ഓരോ ആനകളായിട്ട് അമ്മയെ വണങ്ങാൻ ചെല്ലുന്നുണ്ട്, അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അത് പാണ്ടിമേളം കഴിഞ്ഞ് കൊട്ടുകാരൊക്കെ പയ്യെ തിരിച്ച് നടന്നു കേട്ടോ. ഏതാണ്ട് അതിഗംഭീരമായൊരു പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നമ്മുടെ ശരണയ്യപ്പൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ദേവിയെ വണങ്ങുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അതായത് ഇപ്പോൾ തിടമ്പ് ഇറക്കാൻ പോകുന്ന മുമ്പുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അമ്മയെ വണങ്ങി തിടമ്പ് ഇറക്കി. അങ്ങനെ ചിറ്റൂർക്കാവിൽ ഭഗവതിയുടെ തിടമ്പ് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ കൊങ്ങമ്പടയുടെ തിടമ്പ് ഇറക്കി അത് അമ്പലത്തിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇപ്പോൾ ചമയം അഴിച്ചു മാറ്റുന്നുണ്ട്. ആനയുടെ ദേഹത്തുനിന്ന് ചമയമെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ചമയൊക്കെ അഴിച്ചപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവൻ്റെ മസ്തകത്തിൻ്റെ പ്രത്യേകത. അതെ, അടിപൊളി. അങ്ങനെ അമ്മയെ വണങ്ങി അവൻ കേട്ടോ, സൂപ്പറായിട്ട്. അത് ഗംഭീരമായിരുന്നു കേട്ടോ. ഇനി അടുത്ത ആന പയ്യെ വരുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പയ്യെ പയ്യെ വന്ന് അമ്മയെ വണങ്ങാൻ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത ലിബേർട്ടി വരും കേട്ടോ. ലിബേർട്ടി അടിപൊളി, ഗംഭീരം. ഒരു കാലം കൂടി പൊക്കിയോ സെറ്റപ്പ് കേട്ടോ. ആ ഗംഭീരം, അടിപൊളി ആയതുകൊണ്ടൊരു അമ്മയെ വണങ്ങുന്ന രീതി സെറ്റായിരുന്നു കേട്ടോ. ദേവിയെ വണങ്ങുന്ന രീതി സെറ്റപ്പായിരുന്നു. ഇനി ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ. ആശാനും വന്നു. ഓക്കെ, അടിപൊളി. അങ്ങനെ അവരെല്ലാവരും തന്നെ അവൻ്റെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടിപൊളി, സൂപ്പർ. ഒന്നും പറയാനില്ല മക്കളെ, ഗംഭീരമായിട്ട് നിങ്ങൾ. ഇത് അമ്പലത്തിൻ്റെ മുൻവശത്തെ ദീപാലങ്കാരമാണ്. മറ്റു അമ്പലങ്ങളുടെ ഉത്സവമ്പലത്തിൽ വലിയ ദീപാലങ്കാരത്തിന് വലിയ പ്രാധാന്യം ഇവിടെ ഇല്ല കേട്ടോ. അമ്പലത്തിലെ പുഷ്പാലങ്കാരം ഗംഭീരമായിരുന്നു. 2 കണ്ണിൻ്റെ, ദേവിയുടെ കണ്ണിൻ്റെ ആകൃതിയിലാണ് പുഷ്പാലങ്കാരം കേട്ടോ. അപ്പോൾ അകത്ത് നിറയെ ജനങ്ങൾ തൊഴുതാൻ അകത്തോട്ട് പോകുന്നുണ്ട്. അത്തുക്കുട്ടൻ്റെ ആദ്യത്തെ കൊങ്ങമ്പടയാണ്. ഇപ്പോൾ 2025 കൊങ്ങമ്പടയാണ് അത്തുക്കുട്ടൻ്റെ ആദ്യത്തെ കൊങ്ങമ്പട. അപ്പോൾ അവനും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ചിറ്റൂരുകാരനായി ഇങ്ങനെ കൊങ്ങമ്പട മഹോത്സവത്തിൻ്റെ ഭാഗമായി അത്തുക്കുട്ടനെ കഴിഞ്ഞു. അത്തുക്കുട്ടൻ ആ ഒരു അമ്പരപ്പിലാണ് കേട്ടോ ഇപ്പോഴും. എന്താ സംഭവം നടക്കുന്ന ഒരു പിടിയില്ല. അങ്ങനെ കേരളത്തിലെ ഏക രണോത്സവമായ ചിറ്റൂർ കൊങ്ങമ്പട മഹോത്സവത്തിന് പരിശാപ്തി വീണിട്ടില്ല. ഇനിയുണ്ട്, നേരം വെളുക്കോളം ചടങ്ങുകളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഗംഭീരമായ പരിപാടികൾക്ക് അവസാനം കുറിച്ചിട്ടോ. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് നടക്കുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.